ഹലോ ഗായ്സ്, സെല്ലർ വൈസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന, ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിലും വളരെയധികം ഉപയോഗിച്ച ഒരു ടേമാണ് ഡിവിഡൻഡ് എന്നുള്ളത്. നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ഇൻകം കിട്ടാനാണ്. ആദ്യത്തേത് മോസ്റ്റ്ലി എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഷെയർസ് വാങ്ങി ഹോൾഡ് ചെയ്ത് കൂടിയ വിലയ്ക്ക് വിറ്റ് ക്യാപിറ്റൽ ഗെയിന് സമ്പാദിക്കാനാണ്. ഇതുകൂടാതെ കമ്പനി നല്ല രീതിക്ക് ബിസിനസ് നടത്തുമ്പോൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നത് കമ്പനിയുടെ ഓണേഴ്സാണ്. സോ കമ്പനി നല്ല രീതിക്ക് റൺ ചെയ്ത് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഓണേഴ്സിന് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടതില്ലേ? അങ്ങനെ തരുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതത്തിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ കാര്യം ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ പലർക്കും എങ്ങനെയാണ് ഡിവിഡൻഡ് കിട്ടുമെന്നും എങ്ങനെയാണ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നും ഏത് സമയത്ത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്താലാണ് ആ ഡിവിഡൻഡ് കിട്ടുന്നത് എന്നും ഡിവിഡൻഡ് കിട്ടാനായിട്ട് നമ്മൾ എത്ര കാലം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം, സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ കുറേ സംശയങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് വരാറുണ്ട് ഡിവിഡൻഡിനെ സംബന്ധിച്ച്. ഈ വീഡിയോയിലൂടെ ഇതിനുള്ള എല്ലാത്തിൻ്റെയും ആൻസർ നമ്മൾ കണ്ടെത്തും. ഈ വീഡിയോയുടെ പർപ്പസ് എന്നത് ഡിവിഡൻഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ എന്താണ് ഡിവിഡൻഡ് എന്ന് നോക്കാം. ഡിവിഡൻഡ് എന്നത് മൊത്തം കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് ടോട്ടൽ ലാഭത്തിൻ്റെ ഒരു വിഹിതം, ലാഭവിഹിതം എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയാറ്. സോ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ വിഹിതം മാത്രമാണ് ഡിവിഡൻഡ്. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ഈ ഒരു ചാനൽ തന്നെ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയിട്ട് എടുക്കാം. എനിക്ക് ഈ ചാനലിന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് കരുതാം. ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന് മേലെയായി. സോ ഒരു 1 ഇയർ ആവുന്ന സമയത്ത് നമ്മളൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നോക്കി ഓൾമോസ്റ്റ് ഒരു 10 lakhs നമുക്ക് വരുമാനം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. ഇതിലെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റായി വരുന്നത് ഒരു 1 lakh rupees ആണെന്ന് കരുതുക. സോ ഞാനും എൻ്റെ ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സും തമ്മിൽ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുന്ന സമയത്ത് കമ്പനിയുടെ പെർഫോമൻസ് എവാലുവേറ്റ് ചെയ്യുന്നു. സോ ആ എവാലുവേറ്റ് ചെയ്യുമ്പോൾ കണ്ടെത്തിയത് 1 lakh പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യാന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് വന്നിട്ട് ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിലായിരിക്കും. സോ ഈ മീറ്റിങ്ങിൽ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഇപ്പോൾ ഈ ചാനലിന് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഈ ചാനലിൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു മൈക്ക് ആൻഡ് ക്യാമറ വാങ്ങണം. അപ്പോൾ അങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റിയിൽ വീഡിയോസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി വ്യൂസ് കിട്ടുന്നുള്ളതും നമ്മൾ ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ തീരുമാനിക്കുന്നു. ഇതുപോലെ പല ആശയങ്ങൾ, അതായത് ഇപ്പോൾ വീഡിയോസ് കുറച്ചുകൂടി വ്യൂസ് കിട്ടാനായിട്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഡിറ്ററിനെ ഹയർ ചെയ്യുക, ഇങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങൾ കമ്പനിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. സോ ആ പ്ലാൻ ചെയ്തിട്ട് ഇത്ര രൂപ ഈ ഒരു കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. സോ ഈ പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിന് ഇത്ര രൂപ ഫണ്ട് ഓരോരോ പദ്ധതികൾക്കും വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോഫിറ്റിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ ഒരു ബാക്കി വരുന്ന തുകയാണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കൊടുക്കുക. ഈ ക്യാമറ മൈക്ക് എന്നുള്ള എക്സാമ്പിളൊക്കെ ഈ ചാനലിനെ ബേസ് ചെയ്തിട്ട് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഇത് ഒരു ശരിക്കുള്ള ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയുടെ ആണെന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി ലാർജ് സ്കെയിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ലൈക്ക് പുതിയ കമ്പനി വല്ലതും വാങ്ങുക, പുതിയ കമ്പനിയുടെ ഷെയർസ് വാങ്ങുക, ഇല്ല ചിലരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് നടത്തുക, ഇല്ല അവർ തമ്മിലൊരു ജോയിൻറ്റ് വെഞ്ചർ നടത്തുക, ഇല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചസ് ഇന്ത്യയുടെ തന്നെ പല മേഖലകളിലോട്ട് പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക, ഇല്ലെങ്കിൽ പുതിയ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ളതായിരിക്കും അവരുടെ ആശയങ്ങൾ. പിന്നെ അതുകൂടാതെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് തന്നെ അവരൊരു ഫണ്ട് റിസർവായിട്ടും മാറ്റിവെക്കാം. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആലോചിച്ചിട്ട് ഈ പ്രോഫിറ്റ് ഇത്ര രൂപ എല്ലാ കാര്യങ്ങൾക്കും അവർ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ഫണ്ടിൽ ഇപ്പോൾ ഒരു 1 lakh rupees ടോട്ടൽ അതിൽ ചെയ്തു, അതിൽ 10,000 rupees ആണ് നമുക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഈ 10,000 ആയിരിക്കും നമുക്ക് ഡിവിഡൻഡായിട്ട് അവർ തരിക. സപ്പോസ് ഈ 10,000 പോലും ബാക്കിയില്ല, പ്രോഫിറ്റിൻ്റെ എല്ലാ
അതായത് പ്രോഫിറ്റ് ഫുള്ളായിട്ടും വേറെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഡിവിഡൻഡ് ഇത്തവണ തരുന്നതായിരിക്കില്ല. കമ്പനികൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് എൻ്റെ ചാനലിൻ്റെ എക്സാമ്പിളിലോട്ട് വരാം. സോ 1 lakh റുപ്പീസാണ് പ്രോഫിറ്റ് ഉള്ളത്. അതിൽ ഒരു 90,000 ചാനലിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചു. 10,000 റുപ്പീസാണ് ഡിവിഡൻഡായിട്ട് കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബറാണ് എൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. സോ എനിക്കിപ്പോൾ ഒരു 2K സബ്സ്ക്രൈബർ ഉണ്ട്. സോ 2K സബ്സ്ക്രൈബർ ഉണ്ടാകുമ്പോൾ ഈ 10,000 എന്നുള്ളത് അവർക്ക് ഈ 2,000 പേർക്ക് ഞാൻ ഈക്വലായിട്ട് വിതരണം ചെയ്യും. അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും 5 രൂപ വെച്ചിട്ട് ഞാനത് ഈക്വലായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ അതേപോലെ തന്നെയാണ് കമ്പനികളും ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആർക്കാണോ ഷെയർ ഉള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുക. ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗത്തിന് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവർ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിന് ആനുപാതികമായി വീതിച്ചു കൊടുക്കുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് എന്താണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഡിവിഡൻഡ് എന്ന് പറയുന്നത് മൊത്തം പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മറ്റു പല ഉപയോഗങ്ങൾക്കും ഫണ്ട് മാറ്റിവെച്ച ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് നൽകുന്നതിനാണ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്നത് കമ്പൽസറി ആയ ഒരു കാര്യമല്ല. നിങ്ങൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്തിൽ നമുക്ക് ഡിവിഡൻഡ് ചെയ്യണം എന്നുള്ളത് എവിടെയും പറയുന്നില്ല. അത് നിർബന്ധമുള്ള കാര്യമല്ല. ഡിവിഡൻഡ് കൊടുക്കുന്നതും കൊടുക്കാതെ ഇരിക്കുന്നതും പ്യൂർലി കമ്പനിയുടെ ഡിസിഷനാണ്. സോ എന്താണ് ഡിവിഡൻഡ് എന്നുള്ളത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിവിഡൻഡ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു 4 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഡേറ്റ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും ഇതെന്താണെന്നൊരു ധാരണ കിട്ടിക്കാണും. കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് കൂടി എത്ര രൂപ ഡിവിഡൻഡായിട്ട് കൊടുക്കണമെന്ന് അവർ ഡിസൈഡ് ചെയ്തതിന് ശേഷം അവരത് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റാണ് ഈ ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റായി വരുന്നത് റെക്കോർഡ് ഡേറ്റ് ആണ്. ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഡേറ്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 30 to 45 ഡേയ്സ് കഴിഞ്ഞാണ് ഈ ഒരു റെക്കോർഡ് ഡേറ്റ് വരിക. ഈ ഒരു ഡേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നേടാനായിട്ട് ആരൊക്കെയാണ് എലിജിബിൾ എന്ന് പരിശോധിക്കുന്നത്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റായി വരുന്നത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് അല്ലെങ്കിൽ എക്സ് ഡേറ്റ് ആണ്. ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. എന്തെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റെക്കോർഡ് ഡേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നേടാൻ എലിജിബിൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ റെക്കോർഡ് ഡേറ്റിൻ്റെ 2 ദിവസം മുമ്പാണ് ഈ എക്സ് ഡേറ്റ് വരിക. ഈ റെക്കോർഡ് ഡേറ്റിൽ കമ്പനി പരിശോധിക്കുമ്പോൾ നമ്മളുടെ പേര് ഡിവിഡൻഡിൻ്റെ ആ ഒരു രജിസ്റ്ററിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഹോൾഡിങ്സിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഇതുവരെ പറഞ്ഞ ഡേറ്റ്സ് എല്ലാം വെച്ചൊരു എക്സാമ്പിൾ പറയാം. സെപ്റ്റംബർ 1 നമ്മുടെ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ സെപ്റ്റംബർ 1 വന്നിട്ട് ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഡേറ്റ് ആയിട്ട് എടുക്കാം. സോ ഈ സെപ്റ്റംബർ 1 എന്നുള്ള ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 30 മുതൽ 45 ദിവസത്തിനുള്ളിലായിട്ടായിരിക്കും റെക്കോർഡ് ഡേറ്റ് കമ്പനി പ്രഖ്യാപിക്കുക. സെപ്റ്റംബർ 1 ശേഷമുള്ള ഒരു 30 ഡേയ്സ്, ഒരു 45 ഡേയ്സിനുള്ളിലായിട്ട് ഒരു ഒക്ടോബർ 3 കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് കമ്പനി അനൗൺസ് ചെയ്തു എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. സോ ഒക്ടോബർ 3 റെക്കോർഡ് ഡേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. റെക്കോർഡ് ഡേറ്റിന് 2 ദിവസം മുൻപായ ഒക്ടോബർ 1 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് വരിക. സോ നമ്മുടെ കയ്യിൽ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഈ എക്സ് ഡിവിഡൻഡ് ഡേറ്റിന് മുൻപായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് നമ്മളുടെ ഹോൾഡിങ്സ് തന്നെ കാണണം. ഈ T+1 T+2 ആവരുത്. ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ ആ സ്റ്റോക്സ് വന്നാൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡിന് എലിജിബിൾ ആവുള്ളൂ. സോ എക്സ് ഡിവിഡൻഡ് ഡേറ്റിനും ഒരു 2 ദിവസം മുൻപ് തന്നെ നമ്മൾ സ്റ്റോക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡിന് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. നാലാമത്തെ പ്രധാന ഡേറ്റ് എന്നത് ഡിവിഡൻഡ് പേ ഔട്ട് ഡേറ്റ്.
പേര് പോലെ തന്നെ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്ന ഡേറ്റാണ് ഈ ഡിവിഡൻഡ് പേ ഔട്ട് ഡേറ്റ് എന്നത്. ഇത് റെക്കോർഡ് ഡേറ്റിന് ശേഷം ഒരു 2 ആഴ്ച മുതൽ 1 മാസത്തിന് ഉള്ളിലാവും വരിക. സോ നമ്മൾ എന്താണ് ഡിവിഡൻഡ് എന്ന് പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, ഡിവിഡൻഡുമായി സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ആർക്കൊക്കെയാണ് ഡിവിഡൻഡ് കിട്ടുക എന്നും പഠിച്ചു. ഇനി എങ്ങനെ ഡിവിഡൻഡ് കിട്ടും എന്ന് നോക്കാം. എക്സ് ഡിവിഡൻഡ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ഷെയർസ് വാങ്ങി ഡിവിഡൻഡ് കിട്ടാൻ എലിജിബിൾ ആണ് എങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് ഡേറ്റിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഡിവിഡൻഡ് ഡെപ്പോസിറ്റ് കമ്പനി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡിവിഡൻഡ് എന്താണെന്നും എപ്പോൾ വാങ്ങിയാലാണ് ഡിവിഡൻഡ് കിട്ടുക എന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും അഡീഷണൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതാണ്. ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെ ഇനിയും വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.